ഹേ ആൾ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എൻ്റെ ഈ ചാനലിൽ ഞാൻ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. കുറേ കാലം എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 2020 എന്തോ ആണ് ഈ ചാനൽ തുടങ്ങുന്നത്. എല്ലാവരും പോലെ വലിയ കാര്യത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടുപ്പിന്നെ തോന്നി ഇതെനിക്ക് പറ്റുന്ന പണിയല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തിപ്പോന്നു. ഇപ്പോൾ ഞാനത് വീണ്ടും ഒന്നും കൂടി പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇതെത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലായിരുന്ന സമയത്ത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷേ UAE വന്ന് ജോബൊന്നും സെറ്റ് ആവാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. കാര്യമായിട്ട് കുക്കിംഗ് വീഡിയോസൊന്നും അല്ല, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഇതിൽ എൻ്റെ ചില എക്സ്പീരിയൻസസും ചെറിയ ചെറിയ സ്റ്റോറീസും ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിത് പറയുമ്പോഴേ ചിലർക്കെങ്കിലും ഇതൊക്കെ ഒന്നേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണം വിത്ത് ഇൻഗ്രീഡിയൻസ് എന്നാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇതിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ എന്തെങ്കിലും ഒരു വീഡിയോ വേണ്ട കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചത്. UAE വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ മാത്രമേ ചൂസ് ചെയ്യൂ എന്ന് പറഞ്ഞ ഒരൊറ്റ ഇരുത്താണ്. ആ ഇരുത്തത് 1.5 വർഷമായി. ഇതുവരെ എൻ്റെ ജോലി എനിക്ക് സെറ്റായിട്ടില്ല. അങ്ങനെ തുടങ്ങിയതാണത്. ഇൻഷാ അല്ലാഹ് സെറ്റാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ലിമിറ്റേഷൻസ് നോക്കണമല്ലോ. പിന്നെ എൻ്റെ ഫീൽഡ് ഡിസൈനിങ് ഫീൽഡ് ആയതുകൊണ്ട്, എസ്പെഷ്യലി ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ബൊട്ടീക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈം ചിലപ്പോൾ നമുക്ക് 10 to 10 ആയിരിക്കും. അപ്പോൾ ഈ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കമ്പനീസ് ആയിരുന്നു. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. എനിക്ക് കാര്യമായ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കമ്പനികളിലും കിട്ടിയില്ല. കാരണം നാട്ടിൽ ഞാൻ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫ്രീലാൻസ് ആയിട്ട് ഓർഡർ എടുത്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. വലിയ തിരക്കുകളില്ലാത്ത രീതിയിൽ ബിസി ആയിട്ടിരിക്കുന്ന സമയത്താണ് മൂപ്പര് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, നിൻ്റെ UAE വിസ റെഡി ആയിട്ടുണ്ട്, ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ പാടെ ഞാൻ കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്നുള്ള ലെവലിൽ പെട്ടിയും കിടക്കൊക്കെ പൂട്ടി ദേ ഇങ്ങോട്ട് ചാടി. ഇവിടെ വന്ന ആദ്യ വർഷമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറേ കാലം വർക്ക് ചെയ്ത് പിന്നെ ഒരു ബ്രേക്ക് എടുക്കില്ലേ, അപ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ലേ, അതേപോലെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാലമൊന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 ഇയറോളം ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ സമയത്തൊക്കെ എനിക്കിത് വലിയൊരു ബ്രേക്കായി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 1 ഇയർ ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ടിരുന്ന് അങ്ങോട്ട് ആസ്വദിച്ചു. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഫ്രീ എന്നല്ല, എന്നാലും നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യാണ്ടാവുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ UAE ഔട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ചില്ലായി. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ വീഡിയോസ് ചെയ്തിട്ട് അതിൽ അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അവരൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്തു സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഒരുപാട് പറയാനുണ്ടാകുമ്പോൾ കുറച്ച് ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന്. എന്തായാലും പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ലല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാനൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അന്ന് ഉച്ചക്ക് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ എൻ്റെ ബിരിയാണീൻ്റെ പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി കുക്കിംഗ് അല്ലറ ചില്ലറ കുക്കിങ്ങൊക്കെ മാരേജിന് മുന്നേ തന്നെ ചെയ്യും. പക്ഷേ കല്യാണമാണെന്ന് വിചാരിച്ച് ഞാൻ കുക്കിംഗ് പഠിച്ചിട്ടുമില്ല, പിന്നെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എന്തായാലും നമുക്കൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനു വേണ്ടി പ്രത്യേകിച്ച് ഞാൻ എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ചോറ് പരമായിട്ടുള്ള വലിയ ഐഡിയ ഒന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ബിരിയാണി വെക്കാനോ അല്ലെങ്കിൽ എന്തൊരു കുക്കിംഗ് ആണെങ്കിലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ വിസിറ്റിന് UAE വന്ന സമയത്താണ്. അന്ന് കഴിക്കാൻ ഞാനും മൂപ്പര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ എന്തെന്നെ ആയാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ പരീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കൈ നോക്കാം. അങ്ങനെയാണ് ഒട്ടുമിക്ക ഫുഡുകളും ഞാൻ ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ തന്നെ നന്നായ ഫുഡും ഉണ്ട്, വൻ ഫ്ലോപ്പായ ഫുഡും ഉണ്ട്. ഈ ഫ്ലോപ്പായ ഫുഡ് പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോൾ റെഡിയായി വരും. അങ്ങനെയാണല്ലോ നമ്മൾ ഏതൊരു മനുഷ്യനും പഠിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്നത് മൂപ്പരെ ജ്യേഷ്ഠന് ഞാൻ വന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്.
ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ എനിക്കറിയാം, പക്ഷേ റൈസിൻ്റെ വേവ് അറിയില്ല. എന്ന് വെച്ചാൽ നെയ്ച്ചോറോ ബിരിയാണിയോ റൈസ് ഐറ്റംസോ ഒന്നും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചില ആളുകൾക്കെങ്കിലും ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ ചില ഫ്ലോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതേ സംഭവം. എന്നിട്ടെന്താ, അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പോൾ മൂപ്പര് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ ഇവിടെയുള്ള സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കണില്ലേ, അതേപോലെ നീ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് എന്ത് നീ ഉണ്ടാക്കി കൊടുത്താലും അത് വലിയ കാര്യമാവും, നാട്ടിലൊന്നും അല്ലല്ലോ എന്നാണ് പറഞ്ഞത്. എന്നെ അങ്ങനെ പറഞ്ഞ് വല്ലാണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. ഞാനാണെങ്കിൽ അതിൽ പിന്നെന്താ മസാല റെഡിയായി ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ച സമയത്താണ് ഗസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊക്കെ കുക്കിംഗ് അറിയാം. അങ്ങനെ അറിയുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ പരിപാടിക്ക് ഞാൻ നിൽക്കൂലായിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നപ്പോഴാണ് താത്ത വിളിച്ചത്. താത്ത വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഫോൺ തന്നു. എന്നിട്ട് ഞങ്ങൾ സംസാരിക്കുന്നിടയിൽ ഞാൻ താത്തൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് താത്ത റൈസിൻ്റെ വേവൊക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുക, എനിക്കത് അറിയില്ല എന്ന്. അപ്പോൾ താത്ത പറഞ്ഞു അതിങ്ങനെ ഹാഫ് വേവിലെടുത്തിട്ട് മസാലയിലേക്ക് കൊട്ടി കൊടുത്തിട്ട് പിന്നെ അത് ദമ്മിട്ടാൽ മതി, അപ്പോൾ പിന്നെ ഫുൾ വേവാവും, കറക്റ്റ് വേവാവും എന്ന് പറഞ്ഞു. അന്നതങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചോറെല്ലാം കൂടി കഞ്ഞിയായി കോരി കുടിക്കേണ്ടി വരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നപ്പോഴേ കാക്ക പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതെന്നാക്കി പറഞ്ഞതാണോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ മാഷാഅല്ലാ ഇപ്പോൾ എല്ലാ ഫുഡും അത്യാവശ്യം ഉണ്ടാക്കും കേട്ടോ ഞാൻ. ഇനി ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക ആളുകളും അങ്ങനെയല്ലേ? ഒരിക്കലും നമ്മൾ കുക്കിംഗ് പഠിക്കണമെന്ന് വിചാരിച്ച് കുക്ക് ചെയ്യുന്നതല്ലല്ലോ. ചിലർ ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യും, ചിലർ ചില സിറ്റുവേഷൻ അനുസരിച്ച് കുക്ക് ചെയ്യും. കാരണം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്തേ പറ്റൂ ഞങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം ചിക്കൻ ഐറ്റംസ് അതേപോലെ പൊരിക്കടികളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ കൂടുതലും അറിയുന്നുണ്ടായിരുന്നുള്ളൂ ആദ്യം തന്നെ. അപ്പോൾ നാടൻ ഐറ്റംസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാക്കി പഠിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ആ ടൈമിലൊക്കെ ഏറ്റവും വലിയൊരു ഹെൽപ്പായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിലെ വീഡിയോസ്. അത് കണ്ടിട്ടാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കി പഠിച്ചത്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് യൂട്യൂബിൻ്റെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ആണല്ലോ, കാരണം ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും തലയിൽ വരുമല്ലോ. അന്നങ്ങനെ സംഭവിച്ചോണ്ട് ഇന്നത് ഓർത്തിരിക്കാനൊരു കാരണമായി. ഇങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല, 2-3 സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിത് ഒന്ന് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റുള്ളതൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ വലിയ പണിയായിരുന്നല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാടൻ ചോറും കറികളും ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പറയുമല്ലോ മടിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. അത് ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എന്തായാലും ചില ദിവസം മടി വരുന്ന ദിവസം അതങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് അത് മതി, രാത്രി അത് മതി. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കണം, പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഫുഡ് നോക്കണം. ഇതങ്ങനെയല്ലല്ലോ. ഇതാകുമ്പോൾ എന്തെങ്കിലും ഒറ്റ പരിപാടിയിൽ എല്ലാം കഴിയും. പിന്നെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി മുൻതൂക്കം ഇതിനാവുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ചോറിൻ്റെ അരി എന്ന് വെച്ചാൽ മട്ട അരി കഴിയുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് ബിരിയാണീൻ്റെ അരി കഴിയുക. കാരണം മട്ട അരിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോഷൻ കൺട്രോളൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോഷൻ കൺട്രോളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ബിരിയാണി കണ്ടാൽ നമ്മൾ ആരെങ്കിലും പോഷൻ കൺട്രോൾ ചെയ്യും? റൈസ് നന്നായിട്ട് അടിച്ച് കയറ്റും. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ പെട്ട ആളാണ് കേട്ടോ. കാരണം ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും വീക്ക്ലി ഒരു ഡേയ്സ് ചീറ്റ് ഡേ ആണ്. ആ ചീറ്റ് ഡേ എന്ന് പറയുന്ന ദിവസം മന്തിയോ ചിക്കനോ ഇതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് തിന്നുന്ന ദിവസമാണ്. പക്ഷെ ഡയറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും. ആദ്യത്തെ പോലെ വലിച്ചു വരി തിന്നില്ല, എന്നാലും വലിയ കാര്യത്തിൽ പോഷനൊന്നും കൺട്രോൾ ചെയ്യില്ല. അപ്പോൾ ശരി, ബൈ. എന്തായാലും ഉണ്ടാക്കിയ ബിരിയാണി ഒന്ന് കഴിക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.